150 രൂപ മുടക്കി ഒരു ഫിൽറ്റർ മാറ്റിയില്ല എങ്കിൽ ഒരു പ്യൂരിഫയർ എങ്ങനെ നശിച്ചു പോകും, എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ടാങ്കിലും ചെളി, ഇത് കണ്ടോ, പ്രീ ഫിൽറ്റർ മൊത്തം ചെളിയാണ്. ഒരു 10 മൈക്രോൺ വരെയുള്ള സെഡിമെൻറ്റ് പിടിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ പ്രീ ഫിൽറ്ററിൽ സ്പണ്ണിട്ട് വെക്കുന്നത്. അത് കറക്റ്റ് സമയത്ത് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ കാട്രേജുകൾ ബ്ലോക്കാവും, മെമ്മറിയും ബ്ലോക്കാവും, ടാങ്കിലേക്ക് പോലും ചെടികൾ വരാം. RO മെമ്പറൈൻ എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് സ്ക്വാഷ് കലക്കി വെച്ചിരിക്കുന്ന കളറിലാണ് വെള്ളം കിടക്കുന്നത്. ഫിൽറ്ററുകളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. 150 രൂപ മുടക്കി ഒരു പ്രീ ഫിൽറ്റർ നമ്മൾ മാറ്റാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് ഫിൽറ്റർ വാങ്ങിയിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗപ്രദമാകാതിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോളിനോഡ് വാൽവും പോയിരുന്നു. ഇപ്പോൾ സോളിനോഡ് വാൽവ് മാറ്റിയപ്പോൾ വെള്ളം വന്ന് തുടങ്ങി. ഇപ്പോൾ എല്ലാ കാട്രേജുകളും മാറ്റേണ്ടി വന്നു. സ്റ്റോറേജ് എല്ലാം ഊരി ക്ലീൻ ചെയ്ത് എല്ലാം ഒരു പുതിയ പ്യൂരിഫയറിന് വേണ്ട രീതിയിലെല്ലാം ചെയ്യേണ്ടി വന്നു. SMBSഉം പമ്പും മാത്രമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റിയത്. ബാക്കി എല്ലാ കാട്രേജുകളും മാറ്റേണ്ടി വന്നു. സ്റ്റോറേജിലും ചെളികളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഊരി അത് മൊത്തം കഴുകി പുതിയതുപോലെയാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 150 രൂപ കൊടുത്ത് ഇതൊന്നും മാറ്റിയിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് പോകത്തില്ലായിരുന്നു. ഇതാണ് പറയണത്. കറക്റ്റായിട്ട് നമ്മൾ ഒരു മാസത്തിലെങ്കിലും നമ്മൾ പ്രീ ഫിൽറ്റർ ഒന്ന് ഊരി നോക്കുക. നല്ല രീതിയിൽ ചെളി ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് തിരിച്ചിടാവുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മളെല്ലാ കാട്രേജുകളും മാറ്റി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.